എന്താണ് സംസ്ഥയുടെ ലക്ഷ്യം? അത് ഇസ്ലാമിൻ്റെ തനിമ നഷ്ടപ്പെടാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിച്ചുകൊണ്ട് തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം. ഇസ്ലാമിൻ്റെ വിശ്വാസത്തെയും അനുഷ്ഠാനങ്ങളെയും അതിനെ തനതായ രൂപത്തിൽ നിലനിർത്തുക. കാലാകാലങ്ങളിൽ കടന്നു വരുന്ന അഭിനവ ചിന്തകളെ മാറ്റി നിർത്തി അഭിനവ ചിന്താധാരകൾക്ക് അതിലേക്ക് സമൂഹത്തെ പോകാൻ അനുവദിക്കാതെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ പരിശുദ്ധ ദീനിൻ്റെ തനിമയും വെണ്മയും നിലനിർത്തിക്കൊണ്ട് കേരളത്തിലെ സാമൂഹ്യാന്തരീക്ഷത്തിലും പരിശുദ്ധ ദീനിനെ നിലനിർത്തുക, വളർത്തുക എന്നുള്ള ലക്ഷ്യമാണ് സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ജാമിയ നൂരിയ അറബിയയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുകൂടി, ഇത് ഉലമ ഉമറ ബന്ധത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, തിളക്കമാർന്ന അധ്യായമാണ്. ജാമിയയുടെ സ്ഥാപനം എന്നുള്ളത്, ജാമിയയുടെ മുന്നോട്ട് പോക്ക് എന്നുള്ളത് ഉലമാക്കളും ഉമറാക്കളും അവരുടെ പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പര ധാരണയുടെയും ഫലമായിട്ടാണ്. ഇതിവിടെ കൂടിയിട്ടുള്ളതും അതുതന്നെയാണ്. ഓരോ ജാമിയയുടെ സമ്മേളനവും ഉലമ ഉമറ സംഗമ വേദി കൂടിയാണ്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉലമാക്കളും നാനാഭാഗങ്ങളിൽ നിന്നും ഉമറാക്കളും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് പരസ്പര സഹകരണത്തിൻ്റെയും ചേർന്നിരിപ്പിൻ്റെയും നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഈ സമ്മേളനത്തിലൂടെ. ജാമിയയുടെ സമ്മേളനം എന്ന് പറയുന്നത് അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക പ്രചാരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജാമിയ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ ജനറൽ ബോഡി അത് തീരുമാനിക്കുന്നു. 2-3 മാസം മുമ്പ് അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ വാർത്ത കൊടുക്കും. അതുതന്നെയാണ് ഇതിൻ്റെ പ്രചാരണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമ്മൾ അതിൻ്റെ വാർത്തകൾ കൊടുക്കുന്നു. അതല്ലാതെ മറ്റ് പോസ്റ്ററുകളോ മറ്റു രീതിയിലുള്ള പരസ്യ ബോർഡുകളോ ഒന്നും സ്ഥാപിക്കാറില്ല. ജാമിയയുടെ സമ്മേളനം അത് പ്രഖ്യാപിക്കപ്പെട്ടാൽ തന്നെ അതിനെ വിജയിപ്പിക്കുക എന്നുള്ളത് കേരളീയ സമൂഹം ഏറ്റെടുക്കുന്ന ഒരു ഉന്നത ദൗത്യമാണ്.